കാവുങ്ങട്ടെ അമ്പലത്തിൽ പാട്ടല്ലടിയെ കേക്കണത്, നേരം വേളുത്തടി പെണ്ണെ കട്ടൻ തിളപ്പിക്ക് പുന്നാരെ, നേരം വേളുത്തടി പെണ്ണെ കട്ടൻ തിളപ്പിക്ക് പുന്നാരെ. ആഹാ, ഈ നേരമൊക്കെ വിളിക്കുമ്പോൾ എന്താ പറയുക, നല്ല ഡിസംബർ മാസമൊക്കെ എന്ത് രസം എന്നറിയാമോ. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ എൻ്റെ വീടിൻ്റെ ഈ പുഴയുടെ സൈഡായതുകൊണ്ട് തണുപ്പ് പെട്ടെന്ന് കയറും. അപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കണ്ട, എൻ്റെ അച്ഛൻ അടുത്ത പറമ്പിലെ ചവറൊക്കെ ഈ വാഴല മറ്റേ പ്ലാവിൻ്റെ ഇല വീഴും, അതെല്ലാം കൂടി അടിച്ചു കൂട്ടിയിട്ട് അങ്ങോട്ട് തീയിടുമ്പോൾ ഒരു സൈഡിൽ അമ്മ, ഒരു സൈഡിൽ ഞാൻ, പിന്നെ ഒരു സൈഡിൽ എൻ്റെ അനുജൻ ഉണ്ടാവും. അപ്പോൾ അന്ന് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം പഞ്ചസാര കാപ്പിയിലിട്ട് തരില്ല. അന്ന് എന്ത് ചെയ്യുന്ന പറയുമ്പോൾ അമ്മയുടെ ഒരു ടെക്നിക്ക് ഉണ്ട്. ഒരു കയ്യിൽ ഈ കാപ്പിയും തരും, ഒരു കയ്യിൽ ശർക്കര ബെല്ലം തരും. എന്നിട്ട് ഇതിങ്ങനെ കുടിക്കും, എന്നിട്ട് ശർക്കര കഴിക്കും, ഈ കാപ്പി കുടിക്കും. അപ്പം ഞാനൊക്കെ ഇത് പെട്ടെന്ന് തീരില്ലോ എന്ന് വിചാരിച്ചിട്ട് ആ രണ്ട് വെറുതെ ഇതിങ്ങനെ ചപ്പി തിന്നും. ആ മഞ്ഞുകാലവും പിന്നെ അതേമാതിരിയൊക്കെ നമ്മുടെ പ്രകൃതി തന്നെ ഇപ്പം നഷ്ടപ്പെട്ടു തുടങ്ങി എന്നുള്ളതാണ്. പാടം മുഴുവൻ വെട്ടി നികത്തി, അവിടെ മുഴുവൻ ഫ്ലാറ്റായി. എന്താ ചെയ്യാൻ, നമ്മുടെ പ്രകൃതിപരമായിട്ടുള്ള ഭംഗികളൊക്കെ ഇനി കാണണമെങ്കിൽ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ കയറി വരേണ്ടി വരുമെന്ന് എനിക്ക് തോന്നണം. അപ്പോൾ ഓരോ പാട്ടുകളിലുണ്ട് പ്രകൃതിയെക്കുറിച്ചുള്ള പാട്ടുകൾ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഞാനിപ്പോൾ നാടൻ പാട്ടുകളൊക്കെ പാടുമ്പോൾ എൻ്റെ നാടൻ പാട്ടുകളിലൊക്കെ കുറച്ച് നല്ല കാര്യങ്ങൾ പറയുന്ന കാര്യമുണ്ട്. അതിലിപ്പോൾ ഓർക്കണ്ട, ഒരു വീട്ടിൽ സ്വന്തം അമ്മയുടെ മകള് പ്രായമായി, അപ്പോൾ പ്രായപൂർത്തിയായി. ആ പ്രായപൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഈ അമ്മയ്ക്ക് പേടിയായി എന്നുള്ളതാണ്. എൻ്റെ മോള് സുന്ദരിയാണ് കാണാൻ, അതിഭയങ്കരമായ ഭംഗിയുള്ള കുട്ടിയാണ്. അപ്പോൾ ഈ എല്ലാവരും പറയും പ്രായപൂർത്തിയായ പെണ്ണും പ്രായം ഒരുവിധം കഴിഞ്ഞു പോയ അമ്മമാരും വീട്ടിലുണ്ടെങ്കിൽ പേടിക്കുന്നു പറയും. അപ്പോൾ അമ്മ പാടാ, എൻ്റെ മോള് വള്ളിയമ്മ ഒരു പെണ്ണായുള്ളിൽ തീയായി, പൊത്തിലിരിക്കണ പാമ്പും പുരക്കല പെണ്ണും ഒരുപോലെ. എൻ്റെ മോള് വള്ളിയമ്മ ഒരു പെണ്ണായുള്ളിൽ തീയായി, പൊത്തിലിരിക്കണ പാമ്പും പുരക്കല പെണ്ണും ഒരുപോലെ. അത്തപ്പൂ ഒത്തൊരു ചലാണ് പെണ്ണു തുടുത്തൊരു മോളൻ്റെ വള്ളിയമ്മ, പെണ്ണിൻ്റെ ചന്തം നടത്തം കാണുമ്പോൾ ഉള്ളുകിടുങ്ങണു ഭഗവതിയെ. അത്തപ്പൂ ഒത്തൊരു ചലാണ് പെണ്ണു തുടുത്തൊരു മോളൻ്റെ വള്ളിയമ്മ, പെണ്ണിൻ്റെ ചന്തം നടത്തം കാണുമ്പോൾ ഉള്ളുകിടുങ്ങണു ഭഗവതിയെ. ആണിൻ്റെ കയ്യിലേക്കാക്കി കൊടുത്തിങ്ങ ആദിയും പാതിയും തീർന്നേനെ, കണ്ണമ്പുഴ കവിലമ്മ ഭഗവതി ആളായി നിന്നു നീ കാത്തോളൂ. ഒരു അമ്മയുടെ വിഷമം, ഒരു മകളെ കല്യാണം കഴിച്ച് വിടാനുള്ള ഒരു വെമ്പലാദ്യം. എന്തായാലും അങ്ങനെ നാടൻ പാട്ടുകളിൽ അങ്ങനെ ഒരുപാട് പാട്ടുകൾ. അത് കൂടാതെ കണ്ട് തന്നെ നാടൻ പാട്ടുകളിൽ നിന്നുകൊണ്ട് എനിക്ക് ആദ്യമായിട്ട് പാടാൻ അവസരം ഒരുക്കുന്നത് നാദൃശയുടെ കാസറ്റിലാണ്, ഇതേ മാവേലി കൊമ്പത്ത് എന്ന് പറഞ്ഞ കാസറ്റിലാണ് ഞാൻ ആദ്യമായിട്ട് അച്ഛൻ പാടിയ പാട്ട് തന്നെ. വടക്കോട്ട് പോകുമ്പ മാവുമ്മ മാങ്ങ തൂശിമ്മ കൂന്താരാതകതാര, ആ പാട്ട് പാടിയിട്ടാണ് ഇങ്ങനെ സിനിമയിലേക്ക് പാടാനുള്ള അവസരം കിട്ടുന്നത്. അങ്ങനെ വന്ന് സിനിമയിൽ പിന്നെ പാടി അഭിനയിക്കാനുള്ള അവസരം കൂടി കിട്ടിയപ്പോൾ എന്താ പറയുക, മനസ്സിനൊരു പ്രത്യേക സുഖം തന്നെ തോന്നി. അതിലൊക്കെ ഭയങ്കര ഹിറ്റായിട്ടുള്ള പാട്ടുകളാണ്. ഏത് കുഞ്ഞുമക്കളും ഉറക്കത്തിൽ പാടുന്ന പാട്ടാണ്. സോനാ സോനാ ഞാൻ 1-ാം നമ്പർ, അടിമുടി മെയ് വഴകിൽ 1-ാം നമ്പർ, സോനാ സോനാ നീ 1-ാം നമ്പർ, അടിമുടി മെയ് വഴകിൽ 1-ാം നമ്പർ. നമുക്ക് 1-ാം നമ്പർ സോങ് ഒന്ന് കേൾക്കാം. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പാട്ടുകൾ കിട്ടുകയാണെങ്കിൽ പോലും നമ്മൾ ചില സംവിധായകരുടെ കയ്യിൽ നമ്മൾ ചെന്ന് അഭിനയിക്കുമ്പോൾ നമുക്ക് പരിമിതികളും കാര്യങ്ങളും, നല്ലൊരു അഭിനേതാവിൻ്റെ കാഴ്ച പ്രകടനം വയ്ക്കാൻ പറ്റും. അത് അങ്ങനെയൊക്കെ ഒരു ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ വില്ലൻ കഥാപാത്രമായിട്ടാണ് അഭിനയിച്ച ചോട്ടാ മുംബൈയിൽ ലാലേട്ടൻ്റെ കൂടെ. എനിക്ക് തോന്നുന്നത് അത് ആ ഡയറക്ടറുടെ കഴിവുകൊണ്ട് തന്നെയാണ്. ഞാനായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ അടുത്ത് പറഞ്ഞത്, മണിച്ചേട്ടാ ഞാൻ പറയുന്നതനുസരിച്ച് ചെയ്താൽ മതി, വേറൊന്നും വേണ്ട, മണിച്ചേട്ടൻ്റെ ഗൗരവം എനിക്കൊന്ന് കിട്ടിയാൽ മതി, വേറൊന്നും ചേട്ടൻ ചെയ്യണം. കറക്റ്റാണ്. ചോട്ടാ മുംബൈയിൽ ആ വർഷത്തെ ബെസ്റ്റ് വില്ലനുള്ള അവാർഡും നമുക്ക് കിട്ടിയിരുന്നു. അതൊരു ഡയറക്ടറുടെ കഴിവ് തന്നെയാണ്. എനിക്ക് ആ ചോട്ടാ മുംബൈയിൽ നടേശൻ എന്ന് പറഞ്ഞ കഥാപാത്രം വലിയ ഇഷ്ടമാണ്. അതിൽ നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ അപ്പൂപ്പ ഇവിടെ നിറഞ്ഞു കിടക്കുന്ന ഗുണ്ടകൾ പറയണ മാതിരി പറയില്ല, നടേശൻ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലൂട്ടാ. അങ്ങനെ പറയുന്ന ചില രസകരമായ സീനുകളുണ്ട്. അപ്പോൾ നമുക്ക് ഈ പാട്ടിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ആ നടേശനെ ഒന്ന് കണ്ടിട്ട് ഓടി വന്നിട്ട് അടുത്ത പാട്ട് നമുക്ക് കേൾക്കാം. അപ്പോൾ നടേശനെ കണ്ടില്ലേ,
ഇന്നിപ്പോൾ വീട്ടിലേക്ക് നല്ല കറിയും ഉണ്ടാക്കലും തിരക്കും കാര്യങ്ങളൊക്കെ എന്ന് എനിക്കറിയാം. എന്നാലും ആ സമയം കുറച്ച് നേരം ഈ മണിക്ക് വേണ്ടി, അല്ലെങ്കിൽ പാവം മണിച്ചേട്ടന് വേണ്ടി ഇത്തിരി സമയം നീക്കി വെച്ചിട്ട്, അല്ലെങ്കിൽ മോളെ മടിയിലിരുത്തിയിട്ട് ഇങ്ങനെ ഉരുളൊക്കെ ഉരുട്ടിയിട്ട് ടി വിയിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഇടയ്ക്ക് കൊച്ചിന് വാരി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ചായ കൊടുക്കുക. അതിന് പെട്ടെന്ന് ശ്രദ്ധിക്കണം. മോനും ഇതൊക്കെ കണ്ടിട്ട് അങ്ങനെ ശിരസി കയറാണ്ട് ശ്രദ്ധിക്കും വേണം. അപ്പോൾ അടുത്തത് ഞാൻ പറയാൻ പോണത്, അങ്ങനെ അഭിനയിച്ചതിൽ എൻ്റെ നാടൻ പാട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരാളുണ്ട്, സന്തോഷ് ശിവൻ സാറാണ്. അപ്പോൾ ഈ സന്തോഷ് ശിവൻ സാറ് ഞാൻ കണ്ടിട്ടില്ല എന്ന വരെ, വലിയ ക്യാമറമാനും ഡയറക്ടറൊക്കെയാണ്. പക്ഷെ എന്നാലും അങ്ങനെ ഒരാൾ വേറൊരു സ്ഥലത്ത് പറയണേക്കാണ്, മണിയുടെ നാടൻ പാട്ടുകൾ സന്തോഷ് ശിവൻ സാറിന് ഭയങ്കര ഇഷ്ടമാണെന്ന് കേട്ടപ്പോൾ എനിക്ക് അന്ന് മുതൽ സാറിനെ കാണണം എന്നൊരു തോന്നൽ. അങ്ങനെയാണ് സന്തോഷ് സാറ് അനന്തഭദ്രം എന്ന് പറഞ്ഞ സിനിമയിലേക്ക് എന്നെ വിളിക്കുന്നത്. ഞാൻ ചെന്നു. എൻ്റെ അടുത്ത് ആൾ പറഞ്ഞു, മണിക്കൊരു കാര്യം അറിയാമോ, ഞങ്ങൾ ലണ്ടനിലെല്ലാം ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ഞങ്ങൾ മണിയുടെ CD വെച്ചിട്ട് പോകുമ്പോൾ ഒരു സായിപ്പ് ചോദിച്ചു, ഇതാരാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇദ്ദേഹം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഫോക്ക് സോങ് ഒക്കെ പാടുന്ന ഒരാളാണ് എന്ന് പറഞ്ഞു. അങ്ങനെ സായിപ്പും എൻ്റെ നാടൻ പാട്ട് കേട്ടിട്ടാണ് വണ്ടിയിൽ പോവാറ്. സായിപ്പിന് എന്താ അറിഞ്ഞെന്ന് എനിക്കറിയില്ല. ഈ നാടൻ പാട്ടിൻ്റെ വരികളൊക്കെ ഇങ്ങനത്തെ ആയതുകൊണ്ട് കുഴപ്പമില്ല, കടകടകടാന്ന് നിൽക്കണതല്ലേ. അപ്പോൾ അങ്ങനെ അനന്തഭദ്രത്തിൽ എന്നെ വിളിച്ചുകൊണ്ട് മണി ഒരു പാട്ട് ഈ സിനിമയിൽ പാടണം എന്ന്. അങ്ങനെ രാധാകൃഷ്ണൻ സാറാണ് സംഗീത സംവിധായകൻ. ചെന്നു, തൃശ്ശൂർ ചേതന സ്റ്റുഡിയോയിൽ ഞാൻ കയറി. അപ്പോൾ സാറിൻ്റെ ധാരണ ഞാൻ ഭയങ്കര ശാസ്ത്രീയ സംഗീതത്തിൽ ഡിപ്ലോമ ഒക്കെ എടുത്ത് വന്ന ആളാണെന്നാണ്. 3 കുറിയൊക്കെ തൊട്ട് ഞാൻ വന്നപ്പോൾ സാറ് വിചാരിച്ചു കിട്ടില്ല പാട്ടുകാരനായിരിക്കും വിചാരിച്ചു. അങ്ങനെ സാറ് ഈ ക്യാബിനകത്ത് ഇരിക്കുകയാണ്. എൻ്റെ അടുത്ത് സാറ് പറഞ്ഞു, മണിയെ നമ്മൾ ഈ പാട്ടൊരു പ്രത്യേക രീതിയിലുള്ള പാട്ടാണ്, നല്ല ഹൈ പിച്ചിലുള്ള പാട്ടാണ് എന്ന്. സാറ് രാഗം മൂളി തദന്ന അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന്, സാറേ ഒന്നും നടക്കില്ല, ഇവിടെ പരിപാടി അറിയില്ല, എനിക്കറിയില്ല സാറിന് അവിടെ ഇനി എന്നൊക്കെ എന്ത് സാപ്പാസയിൽ ചീത്ത വിളിച്ചാലും എനിക്ക് ഇതിനെപ്പറ്റി ABCD അറിയില്ല, അതുകൊണ്ട് നമുക്ക് സാപ്പാസ വേണ്ട സാറേ, കിട്ടിയ സമയം കൊണ്ട് നമുക്ക് പാടി തീർക്കാം. അപ്പം എൻ്റെ ഒരു സാറ് പറഞ്ഞൊരു വാക്കുണ്ട്, മണി ഒരു കാര്യം മനസ്സിലാക്കൂ, മണി നല്ല ഗായകനാണ്. ഗായകൻ മാത്രമല്ല, മണി വളരെ അക്ഷരസ്ഫുടതയോടുകൂടി പാട്ട് പാടുന്ന ഒരു ഗായകനാണ്. എനിക്ക് മണിയെ അത്ര ഇഷ്ടമുള്ളത് കൊണ്ടാണ് മണീനെ ഞാൻ ഇങ്ങനെ പാടിപ്പിച്ചത്. കുട്ടിയെ അത് ശ്രദ്ധിച്ച് പാടണം കേട്ടോ. ഞാൻ സാറേ സോറി എന്ന് പറഞ്ഞു. അല്ല കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു തന്നാ, ഒന്ന് പാടി നോക്കിയെന്ന് പറഞ്ഞു. അങ്ങനെ പാടിയാണ്. മലമല്ലൂയ തക തക മലമല്ലൂയ, മലമല്ലൂയ തക തക മലമല്ലൂയ, ഹായ് മലമല്ലൂയ തക തക മലമല്ലൂയ, മലമല്ലൂയ തക തക മലമല്ലൂയ, മലമല്ലൂയ. അത് നല്ലൊരു ഓർക്കസ്ട്രേഷനും ഭയങ്കര രസമായില്ല. അനീഫ്ക ഞങ്ങളെല്ലാവരും ഒരു ഫുൾ ടീം കൂടിയിട്ട് വളരെ ഹാപ്പി ആയിട്ട് അഭിനയിച്ച് തീർത്ത ആ പാട്ട് നമുക്ക് കേൾക്കാം. ഈ മലുമല്ലുല്ലുയ എന്ന് വിചാരിച്ചു ഒരുവിധപ്പെട്ട ആൾക്കാരൊക്കെ വിചാരിച്ചു ഇത് വല്ല ആശ്രമത്തിൽ പറഞ്ഞ വാക്കാണോ എന്ന് വിചാരിച്ചു. ഹല്ലേലൂയ നല്ലത് മലുമല്ലുല്ലുയ എന്നാണ്. ഒട്ടുമിക്ക ആൾക്കാരെ അങ്ങനെയാണ് എൻ്റെ അടുത്ത് പാടി കേട്ടത്. അപ്പോൾ അതിൻ്റെ വരി മലുമല്ലുല്ലുയ എന്നാണ്. അങ്ങനെ ഒരു നല്ലൊരു പാട്ട് പാടി അഭിനയിക്കാൻ അവസരം തന്ന സന്തോഷ് സാറിനും, പിന്നെ ആ പാട്ട് സംഗീത സംവിധായകൻ രാധാകൃഷ്ണൻ സാറിനും, ഈ സംഗീതം പറയാത്ത ഈ കലാകാരൻ്റെ ഒരു നന്ദി ഇപ്പം അറിയിക്കുകയാണ്. അപ്പം നമുക്ക് മാലുമല്ലൂയ തക തക മാലുമല്ലൂയ. ചില വാക്കുകൾക്ക് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും, ചിലത് പറയാൻ ഭയങ്കര എളുപ്പമായിരിക്കും. അതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ എന്തിങ്ങനെ പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ കോം കടി കോം കടി, ഇത് രണ്ടും കൂടി പറയാൻ ഭയങ്കര പാട്ടായിരിക്കും. കോം കടി. വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് ഇടയ്ക്ക് കോം കടി ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്ന ഒരു വായിക്ക് നല്ല കോം കടി ഭയങ്കര എക്സസൈസ് ആയിരിക്കും എന്നുള്ളതാണ്. ഇത് രണ്ടും കൂടി വരണം. കോം കടി ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇത് വരരുത്. ഇപ്പം കോം കടി എന്ന പോലെ തന്നെയാണ് ചിലത് നമ്മൾ പടപടാന്ന് പറയുമ്പോൾ ഒന്നും മനസ്സിലാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ പറയാൻ ബുദ്ധിമുട്ടുള്ള ചിലതാണ്. ഇപ്പോൾ നമ്മൾ ഇടയ്ക്ക് നമ്മൾ കുഞ്ഞുങ്ങളായിട്ട് കളിക്കുമ്പോൾ തൃപ്രയാർ തൃപ്പടിമേൽ 10 പനം പച്ച തത്ത ചത്തൊത്തിരുന്നു, തൃപ്രയാർ തൃപ്പടിമേൽ 10 പനം പച്ച തത്ത ചത്തൊത്തിരുന്നു. ഇതിങ്ങനെ ഇടയ്ക്ക് വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. തൃപ്രയാർ തൃപ്പടിമേൽ 10 പനം പച്ച തത്ത ചത്തൊത്തിരുന്നു. ഇതൊരാൾ ഒറ്റയടിക്ക് പറഞ്ഞു ചാത്തോത്ത് ചാത്തു. ഇതെന്താണെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. ഇത്രയും വാക്കുകൾ പറയേണ്ട സാധനമാണ് തൃപ്രയാർ തൃപ്പടിമേൽ 10 പനം പച്ച തത്ത ചത്തൊത്തിരുന്നു. അങ്ങനെ പറയാൻ ബുദ്ധിമുട്ടുള്ളൊരു പാട്ടും ഈ നന്മ എന്ന് പറഞ്ഞ ചിത്രത്തിൽ മോഹൻ സിത്താര ചേട്ടൻ, അയ്യോ എനിക്ക് ഒരുവിധപ്പെട്ട പാട്ടുകളൊക്കെ ഹിറ്റ് ഉണ്ടാക്കി തന്നിട്ടുള്ളതാണ് മോഹൻ ചേട്ടൻ, സിത്താര മോഹൻ ചേട്ടൻ.
അദ്ദേഹത്തിൻ്റെ നന്മ എന്ന് പറഞ്ഞ ആ പടത്തിൽ അത് സംഗീതം ചെയ്ത പാട്ട് എനിക്കിപ്പോൾ എൻ്റെ അടുത്ത് പാടാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്കതിൻ്റെ വിഷ്വൽ കാണല്ലാതെ വേറെ നിവർത്തിയില്ല. അപ്പോൾ നന്മേല ആ പാട്ട് നമുക്കൊന്ന് കാണാം. പിന്നെ ഒരു അനുഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഞാൻ അഭിനയിക്കുമ്പോൾ ഞാൻ തന്നെ പാടി അഭിനയിക്കുക ചെയ്യാറ്. അതിന് എൻ്റെ വോയിസിൽ വേറൊരാൾ പാടി അഭിനയിച്ചത് കാഴ്ച എന്ന് പറഞ്ഞ ചിത്രത്തിലാണ്. മനോജ് കെ ജയചേട്ടനാണ് അത് അഭിനയിച്ചത്. മമ്മൂക്കാൻ്റെ കൂടെ കുറേ വിളിച്ചിട്ട് എനിക്ക് പോകാൻ പറ്റാതിരുന്നൊരു പടമാണ്. നാട്ടുരാജാവ് എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് അന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒറ്റപ്പാലത്ത്. അപ്പോൾ അതിൽ മനോജ് ചേട്ടനും ഉണ്ട് അഭിനയിക്കുന്നുണ്ട്. മനോജ് ചേട്ടൻ പറഞ്ഞു, മണി ഞാനിങ്ങനെ കാഴ്ച എന്ന് പറഞ്ഞ സിനിമയിൽ വിളിച്ചിട്ടുണ്ട്, മണിയുടെ പാട്ട് മണിയാണ് പാടിയേക്കണേ. ഞാൻ പറഞ്ഞു, ചേട്ടാ അതെ എനിക്ക് വരാൻ പറ്റില്ല. എന്തായാലും മനോജ് ചേട്ടൻ നല്ലൊരു ഗായകനാണ്, നന്നായിട്ട് പാട്ട് പാടും. അപ്പോൾ എൻ്റെ ശബ്ദത്തിൽ ആദ്യമായിട്ട് ഒരു പാട്ട് അങ്ങനെ പാടിയിട്ടുള്ളൂ. അത് അഭിനയിച്ചത് മനോജ് ചേട്ടനാണ്, കാഴ്ചയാണ്. ആ പാട്ടും ഭയങ്കര ഹിറ്റായിരുന്നു. ഏത് നമ്മുടെ മലയാളികൾ എവിടെ ചെന്നാലും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്ന പാട്ടാണ്. കുട്ടനാടൻ കായലിലെ കെട്ടുവെള്ളം തുഴയുമ്പോൾ പാട്ടൊന്നു പാടടി കറുമ്പി, അന്തിക്കൂടം കമഴ്ത്തി ഞാൻ ഇളങ്കള്ള് കുടിക്കുമ്പോൾ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. ഇത് മധു, എൻ്റെ നാട്ടുകാരനാണ്, മധു ബാലകൃഷ്ണൻ. അങ്ങനെ 2 ഗായകരായിട്ട് പാടിയ പാട്ടാണ് കാഴ്ച. ആ കാഴ്ചയല്ല നമുക്ക് ഞാൻ പാടിയത് മനോജ് കെ ചേട്ടൻ അഭിനയിക്കുമ്പോൾ എങ്ങനെയിരിക്കും എന്ന് നമുക്ക് നോക്കാം. എൻ്റെ ശബ്ദം അദ്ദേഹത്തിന് സൂട്ടാവോ എന്ന് എനിക്കറിയില്ല. എന്നാലും നമുക്കതൊന്ന് കേട്ടു നോക്കാം അല്ലേ. പാട്ട് കേട്ടു, മനസ്സിലായി. എന്തായാലും എൻ്റെ ശബ്ദം മനോജ് ചേട്ടന് സൂട്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ പാട്ട് ഒരു പാട്ട് തന്നെയായിരുന്നു, വളരെ മനോഹരമായിരുന്നു. ഇതറിഞ്ഞൊന്നും മനോജ് ചേട്ടനെ കൊണ്ട് പാടിപ്പിച്ചാൽ മതിയായിരുന്നു. മനോജ് ചേട്ടൻ്റെ അച്ഛൻ്റെ ഒരു ആരാധകനാണ് ഞാൻ. നല്ല ഗായകനും നല്ല ലിറിക്കും കാര്യങ്ങളും എഴുതുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ആ പാട്ട് നമ്മൾ കണ്ടു. ഇനി നമ്മൾ അടുത്ത എപ്പിസോഡ് നമ്മൾ കാണുമ്പോൾ എന്തിനെക്കുറിച്ചായിരിക്കണം, ഒന്നില്ലെങ്കിൽ നമ്മുടെ ഫാമിലിയെ കുറിച്ചായിരിക്കണോ, അല്ലെങ്കിൽ പാട്ടിനെയോ അല്ല പടത്തിനെയോ. നമുക്ക് ഞാൻ അഭിനയിച്ച തെലുങ്ക് പടങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തെലുങ്ക് കാണണം കേട്ടോ. എൻ്റെ ശബ്ദമല്ല കേട്ടോ, ഞാൻ തെലുങ്ക് ജെമിനി മാത്രം തെലുങ്കിൽ മറ്റേ മൃഗങ്ങളുടെ ശബ്ദമൊക്കെ ഞാൻ ഡബ് ചെയ്ത ഭയങ്കര രസമാണ്. നമ്മുടെ രൂപവും വേറെ ആളുടെ ശബ്ദവും കൂടി വരുമ്പോൾ എന്തുണ്ടാവും, അലിവും മീൻചാറും പോലെയാണ്. അതൊന്ന് 2-3 സീൻ നമുക്ക് കാണണം കേട്ടോ. കാണാൻ നല്ല രസമാണ്. നമ്മുടെ മലയാളത്തിൽ മലയാള പടങ്ങളൊന്നും ഓടണില്ല, ഒരു രക്ഷയില്ല. എവിടെ നോക്കിയാലും തെലുങ്ക് പടത്തിൻ്റെ പോസ്റ്ററാണ്. അത് ഓരോ പേരുകൾ മാറ്റിയിട്ടിട്ടാണ് എല്ലാത്തിനും ഉണ്ട്. തമിഴിൽ ഇപ്പോൾ ഇറങ്ങണ പടങ്ങളിൽ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അയ്യോ അതായത് നമ്മുടെ ഇതില്ലേ സൂപ്പർമാൻ പടം തമിഴിലേക്ക് ഡബ് ചെയ്ത് വരുമ്പോൾ പേര് മാറി. നാളെ കാലയിൽ ഉങ്ക ടി വിയിൽ നടിക്കും എന്ന ജെട്ടി പോട്ട മനിതൻ. അതായത് സൂപ്പർമാൻ്റെ പേരാ ജെട്ടി പോട്ട മനിതൻ. സ്പൈഡർമാന് പറഞ്ഞ തമിഴിൽ കാലയിൽ 9 മണിക്ക് നമുക്ക് ടി വിയിൽ വരും സിലന്തി മാപ്പിളൈ. സ്പൈഡർമാൻ ചിലന്തി എന്ന് പറഞ്ഞാൽ ഇതൊക്കെയല്ലേ. അങ്ങനെ ഓരോ പടങ്ങൾക്കും. പിന്നെ ജെയിംസ് ബോണ്ട് 007 അത് തമിഴിലേക്ക് ഡബ് ചെയ്ത് ഇറങ്ങുമ്പോൾ ഉങ്കൾ ജെയിംസ് ബോണ്ട് നടിക്കും പുതുപ്പടം ഉണ്ടാ 7 അത് 007. അങ്ങനെ നമ്മുടെ മലയാളത്തിൽ ഇറങ്ങുന്നുണ്ട്. കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ചിരി വരും ഭാഷകളൊക്കെ. പക്ഷേ ഈ തെലുങ്കും കാണണം കേട്ടോ. ഞാൻ തെലുങ്ക് പാട്ട് മലയാളത്തിൽ പാടിയിട്ടുണ്ട്. ഞാൻ എല്ലാത്തിലും ലൂ ചേർത്ത് ഞാൻ പറഞ്ഞിട്ടിരിക്കുമ്പോൾ ഒക്കെ പറഞ്ഞിട്ടാണ്. എന്നാലും ഇതെത്ര പരിപാടിയുള്ളൂ. അമ്പലപ്പുലു ഉണ്ണി കണ്ണനോടുലു എന്തു പരുവലു നീ ഓതി വന്നലു തൃപ്രസാദലു പങ്കുവെക്കലു നാലാളറിയലു കൈ പിടിക്കലു ഒരു വാടകശാലു ചേർന്നിരിക്കലു തുളസിലു കൊല്ലിലു പറയിലു. അപ്പം ഈ ആദ്യം പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഏമണ്ടി എന്ന് വെച്ചാൽ എന്തിൻ്റെ വിശേഷം, നീ ബാവുന്നാറാ നാം ബാగున్నారు പോലും ചെയ്സാരാ ഭക്ഷണം കഴിച്ചോ. അപ്പോൾ ഇത്രയും പഠിക്കുക. പിന്നെ കാശ് ചോദിക്കാനുള്ള ആദ്യം പഠിക്കുക. എപ്പോഴാ ചെന്നാലും നമ്മുടെ മലയാളികൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്, അവിടുത്തെ തെറി ആദ്യം പഠിക്കുക. നമ്മുടെ തന്തേനെ വിളിച്ചാൽ തിരിച്ച് വിളിക്കാനുള്ളൊരു ഹെൽപ്പ് നമ്മൾ ഉണ്ടാക്കിക്കൊള്ളണം. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ല എന്നാണ്. അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം ആ തെലുങ്ക് നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും സന്ധിക്കും വരെ വണക്കം. നാളെ കാലയിൽ ഉങ്ക ടി വിയിൽ മണി വീണ മീട്ടുമ്പോൾ പാക്കും വരെ വണക്കം.